ഹായ് ഫോക്സ്. ഇതൊരു അഡ്വാൻസ്ഡ് വീഡിയോ ആണ്. ഇത് എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അതേപോലെ ഈ ഒരു ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഒരു ഇൻസൈറ്റ് ആണ്. ഇതൊരു റിവ്യൂ സെഷൻ ആണ് ഫ്രൈഡേയിലത്. സോ ഫ്രൈഡേയിലെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വീക്കിൻ്റെ ഡെലിവറി പ്രൊഫൈൽ നോക്കാം. മൺഡേ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ മൺഡേയിലെ ഹൈ വെനസ്ഡേ ബ്രേക്ക് ചെയ്തു. വെനസ്ഡേ താഴോട്ട് പോയി. അതേപോലെ തന്നെ ട്യൂസ്ഡേ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. മൺഡേ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ആ മൺഡേയിലെ ലോ ട്യൂസ്ഡേ ബ്രേക്ക് ചെയ്തു. ആ ട്യൂസ്ഡേയിലെ ലോ വെനസ്ഡേ ബ്രേക്ക് ചെയ്തു. ഈ ഒരു 3 ഡ്രൈവ് പാറ്റേൺ കാണുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ബുള്ളിഷ്നെസ് ആണ്. ആ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് ഇവിടെ ഡെലിവറി കാണാൻ പറ്റി. അതേപോലെ വെനസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തു. ലൈക്ക് നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് ട്രേഡ് ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം. നമുക്ക് വെനസ്ഡേസ് അല്ലെങ്കിൽ ട്യൂസ്ഡേസ് ആണ് ഹൈ ആൻഡ് ലോ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ ക്വിക്ക് റീക്യാപ്പ് ചെയ്തേക്കാം. നമുക്ക് ഒരു ബുള്ളിഷ് വീക്ക് ആണെങ്കിൽ നമുക്ക് ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ആയിരിക്കും ലോ ഓഫ് ദ വീക്ക് വരുന്നത്. നമുക്കൊരു ബെയറിഷ് വീക്ക് ആണെങ്കിൽ നമുക്ക് ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ആയിരിക്കും ഒരു ഹൈ ഓഫ് ദ വീക്ക് വരുന്നത്. ലൈക്ക് അതൊരു കോമൺ റൂൾ അല്ല. നമുക്ക് ആ ഒരു ലൈക്ക് ഈ ഒരു പാറ്റേൺ ബേസ്ഡ് ട്രേഡിംഗ് അല്ല. ഇതൊരു ലോജിക്ക് നിങ്ങൾക്ക് പോയി അന്വേഷിക്കാനുള്ളതാണ്. ഇത് ലോവർ ടൈം ബേസിസിൽ എങ്ങനെയാണ് ഈ ലോജിക്ക് വർക്ക് ആവുന്നതെന്ന് ഈ ഒരു ഫ്രെയിം വർക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം. അത് ഞാൻ വരും ദിവസങ്ങളിലായിട്ട് ഇതിന്റെ ബേസിക്സ് കവർ ചെയ്യാൻ നോക്കാം. മൺഡേ ഹൈ ആൻഡ് ലോ, ട്യൂസ്ഡേ ഹൈ ആൻഡ് ലോ, വെനസ്ഡേ ഹൈ ആൻഡ് ലോ, തേഴ്സ്ഡേ ഹൈ ആൻഡ് ലോ, ഫ്രൈഡേ. നമ്മളിന്ന് നോക്കാൻ പോകുന്നതും ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷൻ ആണ്. തേഴ്സ്ഡേ എന്താ നടന്നത്? തേഴ്സ്ഡേ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫെഡ് റേറ്റിന്റെ റേറ്റ് കട്ടിങ് ആയിരുന്നു. ഒരു 25 പോയിന്റ്സ് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്തപ്പോഴുള്ളൊരു റിയാക്ഷൻ ആണ് നമുക്ക് ഭയങ്കര ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും, ഇനി ഫോർ എവർ ബുള്ളിഷ് ആണെന്നായിരുന്നു ആ ഒരു ന്യൂസിന്റെ നാരറ്റീവ്. ഞാൻ ഫ്രൈഡേ കാണിക്കാൻ വന്നത്, ഫ്രൈഡേസ് മാർക്കറ്റ് ഓപ്പൺ ആയി, കൺസോൾട്ടേഷൻ കഴിഞ്ഞു, മാനിപ്പുലേഷൻ ഇല്ലാതെ ഡിസ്ട്രിബ്യൂഷൻ നടന്നു. ഇതിലാണ് എനിക്ക് എംഫസൈസ് ചെയ്യാനുള്ളത്. നോർമലി നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് കൺസോൾട്ടേഷൻ നടക്കാറുണ്ട്, മാനിപ്പുലേഷൻ നടക്കാറുണ്ട്, എന്നിട്ടാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് ഒരു പുൾ ബാക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ മാർക്കറ്റ് പ്രൊഫൈൽ. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല നടന്നിരിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് നടന്നിരിക്കുന്നത്. കൺസോൾട്ടേഷൻ കഴിഞ്ഞ് നേരെ ഡെലിവറിയാണ് നടന്നിരിക്കുന്നത്. കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഇത് മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. കൺസോൾട്ടേഷൻ മാനിപ്പുലേഷൻ, അല്ലെ കൺസോൾട്ടേഷൻ ഡെലിവറി, കൺസോൾട്ടേഷൻ എക്സ്പാൻഷൻ. ഇവിടെ അപ്പൊ നമുക്കൊരു റിവേഴ്സലോ ഒരു എക്സ്പാൻഷനോ നമുക്കൊരു ലൈക്ക് ഒരു മാനിപ്പുലേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമുക്ക് ലൈക്ക് ഞാൻ ഇതിലോട്ട് വരാം. ഇതിപ്പം നാസ്ഡാക്കിന്റെ ചാർട്ടാണ്. ഇത് 1 അവറിന്റെ ചാർട്ട്, ഇത് 15 മിനിറ്റ്സിന്റെ ചാർട്ട്. നമുക്ക് 4 അവറിന്റെ ചാർട്ടിലേക്ക് പോകാം. 4 അവറിന്റെ ചാർട്ടിലേക്ക് പോകുന്നതിന് 1 ഡേ നമുക്ക് തുടങ്ങാം. നമുക്ക് നോർമലി എൻ്റെ ഒരു അനാലിസിസ് തുടങ്ങുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. പ്രൈസസ് ആ ഒരു ഇംബാലൻസിൽ തട്ടി നിൽക്കുവാണ്. ആ ഇംബാലൻസ് ബ്രേക്ക് ചെയ്തതിൽ ഒരു നല്ലൊരു ഗ്രീൻ പവർ ക്യാൻഡിൽ ഇംബാലൻസ് ബ്രേക്ക് ചെയ്താൽ കൊള്ളാമെന്നാണ് എനിക്കുള്ളത്. അതേപോലെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അത് ഞാൻ 4 അവറിൽ കാണിച്ചു തരാം. നമുക്കിവിടെ റേഞ്ചിങ് മാർക്കറ്റ് ആയിരുന്നു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു ലെവൽ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു ലെവൽ ഉണ്ട്. അതാണ് ഈ ലെവൽ. ഈ ലെവൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയി നോക്കുവാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു പവർ ഗ്രീൻ ക്യാൻഡിലാണ്. ഈ ലെവൽസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലെവൽ കറക്റ്റ് 25,750 ആണ്. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ സ്ട്രോങ് ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 26,000 ആണ്. ഈ ഒരു ലെവൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് പോലും നമുക്കൊരു ഭയങ്കര ഒരു ബെയറിഷ് ഡെലിവറിയാണ് നെക്സ്റ്റ് ഡേ ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാണ് ആക്ച്വലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ലോവർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 4 അവറിലേക്ക് പോകാം. നമ്മൾ ട്രേഡ് എടുക്കുന്ന 1 മിനിറ്റിലാണ്. ഈ ഒരു ലിക്വിഡിറ്റി ഞാൻ മാർക്ക് ചെയ്ത് ഏതാണ് 4 അവറിൽ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ ലിക്വിഡിറ്റി. അത് 1 ഡേയിൽ കാണാൻ പറ്റാത്തത് അത് ആ ഇംബാലൻസിന്റെ ദിവസം നടന്നതാണ്. അതുകൊണ്ടാണ് ആ ഇത് കാണാൻ പറ്റാത്തത്. ഇതാണ് ആ ലിക്വിഡിറ്റി മാർക്ക് ചെയ്തത്. ലിക്വിഡിറ്റി ഇതുവരെ എടുത്തിട്ടില്ല. പ്രീവിയസ് വീക്കിന്റെ ഫ്രൈഡേ ഒരു ഡെലിവറി ക്രിയേറ്റ് ചെയ്തു. മൺഡേ ആ ഡെലിവറി എടുത്തില്ല. മൺഡേ ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. അതിന്റെ റിവ്യൂ ആണെങ്കിൽ പറഞ്ഞാൽ മതി. എടുക്കാതെ തന്നെ റിവേഴ്സൽ നടന്നു. ട്യൂസ്ഡേ പ്രത്യേകിച്ച് ഹൈ ഇല്ലായിരുന്നു. പിന്നെ വന്നത് വെനസ്ഡേ ആണ്. പിന്നെ തേഴ്സ്ഡേ ആയിരുന്നു ആ ന്യൂസ് ഉണ്ടായിരുന്നത്. അപ്പൊ ന്യൂസിൻ്റെ ഇവിടെ നടന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കിത് 2 രീതി സംസാരിക്കാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ മാനിപ്പുലേഷൻ ആ ന്യൂസ് ആയിരുന്നു, എന്ന് വെച്ചാൽ പ്രീവിയസ് ഡേ ന്യൂസ് ആയിരുന്നു. ആ ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലോവർ ടൈം ഫ്രെയിംസിലേക്ക് പോകുവാണെങ്കിൽ
ന്യൂസിന്റെ മാനിപ്പുലേഷനും ആ ഡെലിവറിയിലുമാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലോജിക്ക് എന്താന്ന് വെച്ചാൽ ആ മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഇവിടെ. അത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയ അവറിൽ നടന്നിരിക്കുന്നതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ക്ലോസ് ആയിരുന്നപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു റീകൺസോൾട്ടേഷൻ ആയിരുന്നു ഈ കൺസോൾട്ടേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂവേഷൻ ആയിരുന്നു എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതൊരു ഹൈ ലെവൽ നോളജ് ആണ്. ഇത് അധികം ആർക്കും കൂടി ക്ലിക്ക് ആവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്തേക്കാം. നമ്മൾ നോർമലി പഠിച്ചിരിക്കുന്നത് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, കൺസോൾട്ടേറ്റ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നടന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ നടന്നിരിക്കുന്ന കാര്യമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങോട്ട് ഡ്രൈവ് ആയിരിക്കുന്നു. പക്ഷെ ആ ഡ്രൈവ് നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷമാണ്. അപ്പം മാർക്കറ്റ് ഓപ്പൺ ആയപ്പം ആൾക്കാർ കാണുന്നത് ഒരു പുതിയ കൺസോൾട്ടേഷൻ ആണ്. അപ്പം ആൾക്കാർ ആ ഒരു കൺസോൾട്ടേഷൻ കണ്ടപ്പം നോർമലി ഒരാൾ ചിന്തിച്ചിരിക്കുന്നത് നമുക്കൊരു മാനിപ്പുലേഷൻ ആ ഗ്യാപ്പിലേക്ക് വന്നിട്ട് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, പക്ഷേ മാർക്കറ്റിന്റെ പ്ലാൻ നമുക്ക് മാനിപ്പുലേഷൻ താഴോട്ടാണ് തന്നിരുന്നത്. അപ്പൊ ആൾക്കാർ വിചാരിച്ചിരുന്നത് മാനിപ്പുലേഷൻ താഴോട്ടായത് കൊണ്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റ് ഓപ്പണിന് ശേഷം മേളോട്ടായിരിക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അതുമല്ല നടന്നിരുന്നത്. ഞാൻ ഈ പറയുന്നത് കോമൺ ലോജിക്കാണ്. ലൈക്ക് ഈ ഒരു ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം എല്ലാവരും അപ്പർ പ്രൈസസ് ആണ് എക്സ്പെക്ട് ചെയ്തിരുന്നതെന്ന്. സോ ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ശരിക്കും അപ്പം മാർക്കറ്റ് താഴേക്ക് മാനിപ്പുലേഷൻ ആണെന്നാണ് കരുതിയിരുന്നത്. 9:30 മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഒന്ന് റിവേഴ്സ് ആയി, എന്നിട്ട് മാർക്കറ്റ് പിന്നെയും ക്രാഷ് ആയി. നമുക്ക് മുകളിലോട്ട് പോയില്ല. അപ്പൊ ഇവിടെ റിവേഴ്സ് ആയത് കണ്ട ആൾക്കാർ ബൈ ചെയ്തവരുണ്ട്, അവരെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഈ സെൽ എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. സോ ഇതാണ് ഈ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത്. ഇത് സ്പെഷ്യൽ എന്നല്ല, വൺസ് ഇൻ എ വൈൽ ഇത് നടക്കാറുണ്ട് ഈ ഒരു ട്രേഡ്. ഇങ്ങനത്തെ ട്രേഡ്സ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് എക്സിറ്റ് ആവുകയും ചെയ്യാം. ഒരു ക്വിക്ക് പ്രോഫിറ്റ് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ് ഇങ്ങനത്തെ മാർക്കറ്റ് പ്രൊഫൈൽസ്. സോ അപ്പൊ ഇവിടെ നടന്നെന്ന് വെച്ചാൽ ഒരു ലോജിക്കാണ്. നമ്മുടെ മാനിപ്പുലേഷൻ ഈ ന്യൂസ് ആയിരുന്നു. നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ചിന്തിക്കാം. ഈ മാനിപ്പുലേഷൻ നമ്മുടെ ന്യൂസ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഡൗൺ, ലൈക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ ന്യൂസ് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തട്ടി നിൽക്കുവാണ്. 4 hour നോക്കിയാൽ കാണാം. ആ ഒരു ന്യൂസ് പോയി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തട്ടി. മാർക്കറ്റ് രണ്ട് കാര്യത്തിന് നീങ്ങാറുള്ളൂ. ഒന്ന് ഫെയർ വാല്യൂ ഗ്യാപ്സിലേക്ക്, ഇംബാലൻസസിലേക്ക്, ഒന്ന് ലിക്വിഡിറ്റിയിലേക്കും. മാർക്കറ്റ് ആ ഒരു ഇംബാലൻസിൽ വന്നു. ഈ വിക്കിന്റെ 75% വന്നു. അതൊരു നല്ല ലിക്വിഡിറ്റി സ്പോട്ടാണ്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. പക്ഷെ നമ്മൾ കണ്ടില്ല, കാരണം അത് മാർക്കറ്റ് ക്ലോസ് ടൈം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് തുറന്നപ്പോൾ എല്ലാവരും കണ്ടത് കൺസോൾട്ടേഷൻ ആണ്. അത് പിന്നെ ഏഷ്യൻ സെഷനും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ആൽഗോരിതം മാർക്കറ്റിനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ആൾക്കാർ ഇത് മാനിപ്പുലേഷൻ ആണെന്ന് വിചാരിച്ചു, ഇവിടെ വാങ്ങിക്കാൻ നോക്കി, നടന്നില്ല. ഇത് മാനിപ്പുലേഷൻ ആണെന്ന് വിചാരിച്ചു, വാങ്ങിക്കാൻ നോക്കി, നടന്നില്ല. 9:30 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാൻഡിലും റിവേഴ്സൽ ആണെന്ന് കരുതി വാങ്ങിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര ഒരു ക്രാഷ് ആയിരുന്നു. മന്ത്ലി ഓപ്പണിലേക്ക് വന്നു, ഒരു റെഗുലർ ട്രേഡിംഗ് അവർ ഓപ്പണിലേക്കും വന്നു. ഓക്കെ, നമുക്കിനി ഇതിന്റെ റിയൽ ലോജിക്കിലേക്ക് പോവാം. സോ നമുക്കിനി റിയൽ ലോജിക്കിലേക്ക് പോകുവാണെങ്കിൽ ഇതാണ് ആക്ച്വലി നടന്നിരിക്കുന്നത്. ഇത് റെഗുലർ ട്രേഡിംഗ് അവറിന്റെ ഗ്യാപ്പ് ആണ്. ഇതിന്റെ ഇവിടെ ഈ ഒരു ചെറിയൊരു പോയിന്റിലാണ് മറ്റേ ഓപ്പണിംഗ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഇത് റെഗുലർ ട്രേഡിംഗ് അവറിന്റെ ഗ്യാപ്പ് ആണ്. സോ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫുൾ ഗ്യാപ്പ്, ഓപ്പണിംഗ് റേഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പിനെ നമുക്ക് 3 ക്വാഡ്രൻസ് ആയിട്ട് തിരിക്കാം. സോറി, ഇങ്ങനെ തിരിച്ചാ 25 മേളിൽ നിന്നല്ലേ താഴോട്ട് വരുന്നത്. ഒരു മിനിറ്റ്, എക്സാക്ട്ലി എനിക്ക് നിങ്ങളുടെ ആ ഒരു ഇത് കാണിച്ചു തരാനാണ്. സോ ഈ ലോജിക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മാർക്കറ്റ്സ് ഒരു ബെയറിഷ് വീക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, ബെയറിഷ് ഡേ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, മാർക്കറ്റ് ഒരു വലിയ ഗ്യാപ്പ് ഇട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, നമുക്കതൊരു സെല്ലിംഗ് ഡേ ആണെന്ന് ഉറപ്പാണെങ്കിൽ, എങ്ങനെ നമ്മൾ ആ സെല്ലിംഗ് ഡേ ഉറപ്പിക്കുന്നത്? കാരണം പ്രീവിയസ് ഡേ നമുക്ക് ന്യൂസിന്റെ മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു, നമുക്കപ്പോൾ പോസിറ്റീവ് റിട്ടേൺസ് കിട്ടാനായിട്ട് നമ്മുടെ മാർക്കറ്റ് ഒബ്വിയസ്ലി മേളിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ എല്ലാവരും ബൈ ചെയ്യും. അപ്പൊ ബയേഴ്സിനെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ
വലിയൊരു ഗ്യാപ്പ് ഇട്ട് തുറന്നു. ലൈക്ക് ഇവിടെ വാങ്ങിച്ചവർക്കും ഇവിടെ ഓരോ പോയിന്റിലും വാങ്ങിച്ചവർക്ക് എക്സിറ്റ് ആവാൻ ഒരു ചാൻസും കിട്ടില്ല. കാരണം മാർക്കറ്റ് തുറന്നു തന്നെ അവരെല്ലാം ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് ഓപ്പൺ ആയി. ഇത് 9:30 ഓപ്പണിംഗ് ആണ്. ലൈക്ക് മാർക്കറ്റ് ക്ലോസ് തൊട്ട് 9:30 ഓപ്പണിംഗ് വരെയാണ് നമ്മൾ റെഗുലർ ട്രേഡിംഗ് അവർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്യാപ്പ് ആണ് ആക്ച്വലി. നമ്മൾ ഇലക്ട്രോണിക് ട്രേഡിംഗ് അവറിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. ഏഷ്യൻ സെഷനും ലണ്ടൻ സെഷനും ഒക്കെ ട്രേഡ് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ബേസിക്സ് ആണ്. ഞാൻ അതിലോട്ടൊക്കെ വരാം. അത് ഈ വീഡിയോ കവർ ചെയ്യുന്നില്ല. നമ്മൾ ഫ്യൂച്ചർ ഫർദർ വീഡിയോസിൽ കവർ ചെയ്യും. ഞാൻ ലൈവിലായിരിക്കും ഈ കാര്യങ്ങൾ ഇടാൻ പോകുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ ഈ നല്ല ഡിലേ ആവും. സോ നമ്മൾ എല്ലാം ലൈവിൽ തന്നെ ഡെലിവറി ചെയ്യാൻ വിചാരിക്കുന്നു. സോ മാർക്കറ്റ് ഓപ്പൺ ആയി. അപ്പം ഈ ഒരു ഡെലിവറി പ്രൊഫൈൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ബെയറിഷ് ഡേയ്സിൽ ഇങ്ങനത്തെ സിനാരിയോ ആണെങ്കിൽ, അതേപോലെ നമ്മുടെ വീക്ക് ശ്രദ്ധിക്കുവാണെങ്കിൽ വീക്ക് ഫുൾ ബുള്ളിഷ് ആയിരുന്നു. നമുക്ക് താഴത്തെ ലിക്വിഡിറ്റീസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതേപോലെ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് തരുന്നുണ്ടായിരുന്നു. ഈ ഒരു തേഴ്സ്ഡേയിലെ ക്യാൻഡിലും അത് ബ്രേക്ക് ചെയ്തില്ല. സോ എന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതും ലോവർ ആയിട്ടാണ്. അപ്പം ആ ഒരു ദിവസം ബെയറിഷ്. സോ അതിലോട്ട് ലൈക്ക് ഡെയിലി ബേസ് നോക്കുന്നതിലോട്ട് നമുക്ക് വരാം. അങ്ങനെയാണ് സിനാരിയോ എങ്കിൽ നമുക്ക് റീട്രേസ്മെന്റ് 75% ഓഫ് ദ RTS ഗ്യാപ്പ്. ഈ 75%ലേക്ക് മാത്രം നമ്മൾ ആ ഒരു റീട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് മാർക്കറ്റ് റീട്രേസ് ചെയ്തില്ല. നമുക്ക് 9:30ക്ക് ശേഷം ഡെലിവർ ആവുന്ന ഏതാണോ ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് ട്രേഡ് ചെയ്യുന്ന ലൈക്ക് ഇത് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. നമുക്ക് ഇവിടെ സെല്ല് നടത്താം, കാരണം അത് 75 വന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് സെല്ല് നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പിപ്പിൽ നമുക്ക് ഇറങ്ങായിരുന്നു. അപ്പൊ എവിടാണ് നമ്മളെ ടാർഗറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് 15 മിനിറ്റ്സിലും ടാർഗറ്റ് കാണാൻ പറ്റില്ല. നമുക്ക് 4 ഹവറിലേക്ക് പോകാം. നമുക്ക് എവിടെയായിരുന്നു എക്സിറ്റ് ആവാൻ പറ്റുന്നത് വെച്ചാൽ പ്രീവിയസ് ഡേ ലോയിൽ എക്സിറ്റ് ആവായിരുന്നു. പ്രീവിയസ് ഡേ ലോ ഒരു അടിപൊളി ഇതായിരുന്നു. അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ലോയിൽ എക്സിറ്റ് ആവായിരുന്നു. ഞാനായിരുന്നു പ്രീവിയസ് ഡേയുടെ ലോയിൽ എക്സിറ്റ് ആവാൻ അടിപൊളി ഇത്. അതേപോലെ നമുക്ക് ഒരു 4 കോൺട്രാക്റ്റിനാണ് നിങ്ങൾ ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 2 കോൺട്രാക്ട് എക്സിറ്റ് ചെയ്യാം. ഇവിടെ ഒരു 2 കോൺട്രാക്ട് എക്സിറ്റ് ചെയ്യാം. ഒരു കോൺട്രാക്ട് നമുക്ക് റൺ ചെയ്ത് നമുക്ക് ഈ ഒരു ലോ എടുക്കാനോ നമുക്ക് റൺ ചെയ്ത് വിടായിരുന്നു. ഇത് എവിടെ നിന്നേന്ന് ചോദിച്ചാൽ നമ്മൾ 1 ഡേയിലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഇത് വന്ന് നിന്നത്. അപ്പൊ ശരിക്കും ഇവിടെ നടന്നതെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് ഇവിടെ ഗ്രാബ് നടന്നിരിക്കുന്നത്. അടുത്ത ആഴ്ച വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. സോ ഇതാണ് നമ്മുടെ ഫുൾ ഡെലിവറി പ്രൊഫൈൽ. ഈ ഒരു ടോപ്പിക്ക് ഒരു അഡ്വാൻസ്ഡ് വീഡിയോ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ബേസിക്സ് ഒന്നും കവർ ചെയ്യാതെ ബേസിക്സ് എല്ലാം കവർ ചെയ്ത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനിൽ എത്തണം. ഇതൊരു ബിഗിനേഴ്സിന് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു സിനാരിയോ അല്ല. ഇത് ഉറപ്പായിട്ടും ഒരു അഡ്വാൻസ്ഡ് ട്രേഡറിന് വേണ്ടിയുള്ളൊരു എക്സാമ്പിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഈ ചാനലിലെ വീഡിയോ. ഇനിയും വീഡിയോസ് വരും. ഇന്ന് അവരാരും ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ് വീഡിയോസ് വരും. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ മൂവ്മെന്റും മാർക്കറ്റ് ഓരോ കാര്യത്തിനും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, നമ്മൾ ഓരോ സ്വിംഗ് പോയിന്റ്സ് നമ്മൾ കാണിച്ചു തരും. ഈ വീക്ക്ലി റിവ്യൂ എനിക്ക് ചെയ്യണമെന്നുണ്ട്, കാരണം ഈ ഫ്രൈഡേയിലെ ലിക്വിഡിറ്റി എടുക്കാതെയുള്ള റിവേഴ്സലും അതേപോലെ ഇവിടെ കുറച്ച് ഈ ഒരു ആഴ്ച മൊത്തത്തിൽ കുറച്ച് ഗിമ്മിക്ക് ആയിരുന്നു. ഡിസംബറിന്റെ ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും കുറച്ച് ഗിമ്മിക്സ് ആയിരുന്നു. എനിക്കിതൊക്കെ ഒരു വീക്ക്ലി റിവ്യൂ പോലെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഫ്രൈഡേ ഒരു സ്പെഷ്യൽ ഡെലിവറി ഡേ ആയിരുന്നു. സോ നമുക്ക് ഫ്രൈഡേയിലെ റിവ്യൂ എടുക്കാനാണ് ഞാൻ മെയിൻലി വന്നത്. അപ്പം ഇനിയും ഇങ്ങനത്തെ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് എന്താ അങ്ങനെ കിട്ടായിരുന്നു, നിങ്ങൾ മുകളിലോട്ടായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്നൊക്കെ നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. വരും ദിവസങ്ങളിൽ നമുക്ക് ഫോറക്സ് പെയറും അതേപോലെ ഗോൾഡും അതേപോലെ വേറെ ഏതെങ്കിലും മാർക്കറ്റ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെക്ക് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ.